പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടി സംഘടനയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ദശലക്ഷക്കണക്കിന് അനുഭാവികളാണ് പാർട്ടിക്കുള്ളത്. 10-70 ലക്ഷം വോട്ട് ഇവിടെ കിട്ടുമ്പോൾ പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാകെ 10 ലക്ഷം ചെല്ലുവാനുള്ളത്, 5 ലക്ഷം കേരളത്തിൽ. ഇവിടെ കുറച്ച് ബംഗാളിലാണ് കൂടുതൽ, തമിഴ്നാട്ടിൽ കുറച്ചുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറച്ച്, അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്, അതൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. പാർട്ടി പരിപാടി അതാണ് വിപ്ലവ തന്ത്രം. അതിനകത്താണ് ഇന്ത്യയിൽ അങ്ങനെ വിപ്ലവം നടത്താമെന്ന് പറയുന്നത് പാർട്ടി പരിപാടിയിലാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർഷിപ്പ്, അതിന് നിബന്ധനകൾ. CPM-ൻ്റെ പാർട്ടി ഭരണഘടനയിലെ നിബന്ധനകൾ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയുടെ ഇതിൽ നിന്നും പ്രധാനമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ശൈലിയാണ് ഉള്ളത്. ഏതെങ്കിലും ജനാധിപത്യം, ഉൾപാർട്ടി ഡെമോക്രസി അടക്കമുള്ള കാര്യം. അതിൽ ചെറിയ ഭേദഗതികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടി ഭരണഘടന, പാർട്ടി പരിപാടി, പിന്നെ 1951 പാർട്ടി ഒന്നായിരുന്നു നയപ്രഖ്യാപനമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളുടെയും പ്രമേയം, രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ഐഡിയോളജിയും സ്ട്രാറ്റജിയും, അതായത് തന്ത്രവും അടവ് ടാക്ടിക്സും, ഇതെല്ലാം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, അതെല്ലാം അംഗീകരിക്കുന്നു. മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മൂലധനം എത്ര തവണ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ശരിക്കും മനസ്സിലാവുക. കാരണം നമുക്കത് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ ഒരു ദിവസം, ഒരു മാസം 2 തവണ വായിക്കും. പല ആവശ്യമുണ്ട് വായിച്ചിട്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മതിയാവട്ടെ, അത്ര മനോഹരമായ ഭാഷയിലാണ്. ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ ജില്ലയിൽ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ല. 36 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസ കമ്പനിയുടെ ചെയർമാനായിരുന്നു ഈ ജില്ലയിൽ. എസ് രാമേന്ദ്രൻ പിള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിദ്യാഭ്യാസ കമ്പനിയുടെ ചെയർമാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്ററൊക്കെ ആയി അതിൻ്റെ ജോലി തിരക്ക് കാര്യമൊക്കെ വന്നപ്പോൾ 2010 ഞാനും കൂടി ഞാൻ വേറെ ആളെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2010 മുതൽ ഞാൻ അതിൻ്റെ ചെയർമാനല്ല. ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെയർമാനാവാൻ നോക്കുന്നത്. അങ്ങനെ പാർട്ടി എഡ്യൂക്കേഷന് വേണ്ടി ജില്ല മുഴുവൻ ഞാൻ പോയി, അതിനുവേണ്ടി വായിച്ചു, കൂടുതൽ പഠിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ വന്നു കാണും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ സിൻസിയറായിട്ട് തന്നെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പാർട്ടിയെ ആക്ഷേപിക്കാനൊന്നും ഞാനില്ല, അതിൻ്റെ പരിപാടിയെ ആക്ഷേപിക്കാനുമില്ല, അതിൻ്റെ ഭരണഘടനയെ ആക്ഷേപിക്കാനുമില്ല. അതിൻ്റെ ഒരു രേഖയെയും സാൽക്കാപ്ലീനമായാലും പാർട്ടി കോൺഗ്രസ് ഇല്ല. 15 പാർട്ടി കോൺഗ്രസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 23-24 പാർട്ടി കോൺഗ്രസ് അല്ല ഇതുവരെ കഴിഞ്ഞത്. അതിൽ 9ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഞാൻ ഡെലിഗേറ്റാണ്. മധുരയിലെ 9ാം പാർട്ടി കോൺഗ്രസ്. 1964 വരെയുള്ള പാർട്ടി കോൺഗ്രസുകൾ ഒന്നാം പാർട്ടിയുടേത് CPM ഒന്ന് അംഗീകരിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ പാർട്ടി കോൺഗ്രസ്. അത് കഴിഞ്ഞാണ് അടുത്തത് 7ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് CPM പാർട്ടി കോൺഗ്രസ് ഉള്ളത്. 7 വരെയുള്ള 6 ചേർക്കുന്നുണ്ട്. ആ 7 മുതൽ 24 വരെയുള്ള ഈ കാലത്ത് 15 പാർട്ടി കോൺഗ്രസിനും ഡെലിഗേറ്റ് ആയിരുന്നു. അതിൽ 12 പാർട്ടി കോൺഗ്രസ് കേരളത്തിന് വേണ്ടി സംസാരിച്ചത് ഞാനാണ്. ഒന്നീ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിപ്പോർട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ പാർട്ടിയുടെ ആശയപരമായ സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും അത് പറയാൻ ശീലിക്കുകയും ചെയ്തു. പറയാനുള്ള വൊക്കാബുലറി ഉള്ളതുകൊണ്ട് അത് പറയുകയും ചെയ്തു. ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെതിരായി ഇനിയും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇനി നടത്താൻ ഉദ്ദേശിച്ചില്ല. എന്നെ നടത്തുന്നു.
എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട് ഐസിംഗ് പറഞ്ഞു അടുത്ത കാലത്ത്. എൻ്റെ പേര് പോലെ സുധാ കുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാ കുരൻ.